ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെബാസ്കിച്ചൻ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അവിയൽ ഉണ്ടാക്കാൻ ആവശ്യമായ കുറച്ച് വെജിറ്റബിൾസ് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. വേവ് കൂടിയ വെജിറ്റബിൾസ് വേണം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കാൻ. ചേന, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മത്തങ്ങ, ഏത്തയ്ക്ക, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ, സവോള, കോവയ്ക്ക, പടവലങ്ങ, പയർ, വെള്ളരിക്ക, വെണ്ടയ്ക്ക, പച്ചമുളക്, തക്കാളി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് നികത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് നികന്ന് കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുത്തി ഇളക്കരുത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും അമർത്താൻ മറക്കല്ലേ. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് വേഗം വെക്കാവുന്ന. ഏകദേശം ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടുന്നു. നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇളക്കിയിട്ട് മൂടി വെക്കാം. ആ തേങ്ങാക്കൊത്തൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കണം. ഇനി ഇതിലിടാനുള്ള അരപ്പ് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഞാൻ 2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരയണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. കുറച്ചും കൂടെ ഒന്ന് അരയണം. 1 പ്രാവശ്യം കൂടെ അരയ്ക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വെന്ത വെജിറ്റബിൾസിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. ഈ അരച്ചെടുത്ത ആ വെള്ളം തന്നെ ഇതിന് മതി. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഇത് ഇളക്കുന്നത്. ഈ ഒരു ചൂടിൽ തന്നെ അരപ്പെല്ലാം വെന്തോളും. ഇപ്പം അരപ്പ് റെഡി ആയിട്ടുണ്ട്. അരപ്പെല്ലാം വെന്ത് നന്നായി ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. കുത്തി ഇളക്കരുത്. സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നമ്മൾ ആഡ് ചെയ്യുന്നത് പുളി കിട്ടാനും പിന്നെ ഈ പച്ചവെളിച്ചെണ്ണയും തൈരും കൂടി ആകുമ്പോഴത്തേക്കും അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളിവിടെ തൈര് ആഡ് ചെയ്യുന്നത്.
നമ്മൾ ഈ തൈര് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്